ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പോയം നോക്കാം. ദ കളേഴ്സ് ഓഫ് എർത്ത്, സാറ പെറ്റൽ. ദ കളേഴ്സ് ഓഫ് എർത്ത്, അതിൽ തന്നെ മക്കൾക്ക് മനസ്സിലാവില്ലേ എന്താണ് പറയാൻ പോകുന്നത്. എർത്തിലുള്ള കളേഴ്സിനെ കുറിച്ചാവാം. നമുക്ക് നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് കളർ ഈസ് ട്രൂ. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. എന്താണ് പറയുന്നത്? വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഞങ്ങളെല്ലാവരും പലതരം കളറിലാണ് അല്ലേ. ഭൂമിയിലുള്ള പല പല സാധനങ്ങളും പല കളറിലാണ്. പച്ച, മഞ്ഞ, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ പ്രകൃതിയിൽ കാണാൻ പറ്റുമല്ലേ. ഈച്ച് കളർ ഇസ് ഡിഫറെൻറ്റ്. എല്ലാ കളറും അതിൻ്റെതായ വ്യത്യാസമില്ലേ. പിന്നെ പച്ച, മഞ്ഞ, വെള്ളങ്ങൾ, അതായത് റിവേഴ്സ് ബ്ലൂ, സ്കൈ ലൈറ്റ് ബ്ലൂ, വൈറ്റ് ക്ലൗഡ്സ്, അങ്ങനെ പലതരം കളേഴ്സും. മരങ്ങൾ പിന്നെ നല്ല ഗ്രീൻ. അതുപോലെ വി ആർ മെയ്ഡ് ഓഫ് കളേഴ്സ് ഓഫ് എർത്ത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു. വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഐ ക്യാൻ സീ ടോപ്പാസ്, ഐ ക്യാൻ സീ സ്കൈ, the green and the grey of the sea rolling by, and the dazzling brown river in the morning. When I look in the eyes of my friends, ഞങ്ങളെ കൂട്ടുകാരുടെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ പലതരം കണ്ണുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ. നല്ല നീല കണ്ണുള്ളവർ, നല്ല ഗോൾഡൻ കളറ്, ബ്ലൂ ഐസ്, ഗ്രീൻ ഐസ് എല്ലാം മക്കൾ കാണാറില്ലേ. വെൻ ഐ ലുക്ക് ഇൻ ടു ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ക്യാൻ സീ ടോപ്പാസ്. ടോപ്പാസ് എന്താണ്? ഒരു രത്നക്കല്ലാണ്. അതിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഓറഞ്ച് ഗോൾഡൻ ആയിട്ടുള്ള ഒരു കളറാണ് ടോപ്പാസ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റും ടോപ്പാസ് സ്റ്റോൺ. ഞാനിവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണ്ണ് ടോപ്പാസ് ഐസ്, അതേ കളറുള്ള കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബ്രൗൺ ഐസ് ഉണ്ട്. ദി ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ. ഗ്രീൻ ആൻഡ് ദ ഗ്രേ, വെള്ളത്തിൽ പലതരം കളർ കാണാറില്ലേ. കല്ലുകളും ഗ്രീൻ കളർ, ഗ്രേ കളർ, അതൊക്കെ അങ്ങനെയുള്ള കണ്ണുകളും ഉണ്ട്. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. ബ്രൗൺ കളർ റിവറും, ആ ചെളി നിറഞ്ഞിട്ട് ബ്രൗൺ ആയിട്ടുള്ള ഒരു വെള്ളം കാണാറില്ലേ, അങ്ങനെയുള്ള കളറുള്ള കണ്ണുകളും പിന്നെ കാണാറുണ്ട്. അതാണ്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ പലതരം കണ്ണുകളുടെ കളറാണ് പറയുന്നത് അല്ലേ. സ്കൈ കളർ കണ്ണും എല്ലാം. വെൻ ചാൻസ് നോക്കാം. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dappled brown fawn, and the sun-kissed black trees in the morning. എന്താണ് തേർഡ് സ്റ്റാൻസിൽ പറയുന്നത്? വെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൈ നോക്കിയപ്പോൾ, കൈ എന്ന് പറയുന്നത് സ്കിൻ കളറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കിന്നിൻ്റെ പലതരം കളറില്ലേ, നമ്മൾ ഒരുപാട് ജനങ്ങളെ നമ്മൾ കാണാറുണ്ടല്ലേ. നിങ്ങളുടെ കൂട്ടുകാരിൽ തന്നെ നിങ്ങൾ കാണാറില്ലേ, ചില വീട്ടിൽ നല്ല ഡാർക്കായിരിക്കും, ചില വീട്ടിൽ നല്ല കളറ് വൈറ്റ് ആയിരിക്കും, ചില വീട്ടിൽ ഒരു ബ്രൗൺ കളർ, അങ്ങനെയൊക്കെ കാണുന്നത്. അതുപോലെ സ്കിൻ കളറാണ് തേർഡ് സ്റ്റാൻസിൽ പറയുന്നത്. ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്, ഐ ക്യാൻ സീ കോൺ. ചെസ്റ്റ്നട്ട് ഇതാ ഇവിടെ കാണിച്ചിരുന്ന ഒരു നട്ടാണ്. അതിൻ്റെ കളർ മീൻസ് ഡാർക്ക് ബ്രൗൺ ആണ്. ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട്, ഐ ക്യാൻ സീ കോൺ. കോൺ മീൻസ് ചോളം. ചോളത്തിൻ്റെ കളറല്ലേ, ഒരു യെല്ലോയിഷ് ബ്രൗൺ. അതുപോലെ ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ആപ്പിൾഡ് ബ്രൗൺ ഫോൺ. കളർ ഓഫ് വീറ്റ് അറിയാം, ഗോതമ്പ്, ഗോതമ്പിൻ്റെ നിറമുള്ള പെണ്ണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ. അതുപോലെ ഗോതമ്പിൻ്റെ സ്കിൻ, വീറ്റ് സ്കിൻ എന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ ആൻഡ് ആപ്പിൾഡ് ബ്രൗൺ ഫോൺ, അത് പിന്നെ ഒരു മാൻ, മാനിൻ്റെ കളർ അറിയില്ലേ, ഒരു ബ്രൗൺ കളർ തന്നെയാണ് അല്ലേ, ഡാർക്ക് ബ്രൗൺ അല്ലേ. ആൻഡ് ദ സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. രാവിലെ പിന്നെ ആ സൂര്യകിരണങ്ങൾ, സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ്, ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലാക്കായി തോന്നിയ ആ ഒരു ട്രീസിന് സണ്ണ് വന്ന് വീഴുമ്പോഴുണ്ടാവുന്ന ആ ഒരു കളർ, അതും ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് സ്റ്റാൻസയിൽ പോയിറ്റസ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കളർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കിന്നിനെ കുറിച്ചിട്ടാണ് തേർഡ് സ്റ്റാൻസിൽ പറയുന്നത്. ഓക്കെ, ടെൽ മീ ദ നെയിം. ലാസ്റ്റ് ആൻസർ നോക്കാം. Tell me the names of the colors of earth, the purple of eggplant, the orange of peach, the green and the black of the stones on the bench or beach, and the sun on the mountain in the morning.
ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. എന്നോട് പറയൂ എന്തൊക്കെ കളേഴ്സാണ് ഈ ഭൂമിയിലുള്ളത്. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്. അപ്പോൾ എഗ് പ്ലാന്റ് അറിയില്ലേ, വഴുതനങ്ങ കണ്ടില്ലേ, വഴുതനങ്ങ ഡാർക്ക് പേർപ്പിൾ കളറ് പിക്ചറിലുണ്ട്. ദ ഓറഞ്ച് ഓഫ് പീച്ച് കളറോ, പീച്ചിൻ്റെ ആ ഒരു കളറ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറാണ് ഇവിടെ പറയുന്നത്. ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. പലതരം കളറുള്ള പെബിൾസ് നമ്മൾ കാണാറില്ലേ, കുഞ്ഞു കുഞ്ഞു വെള്ളാരം കല്ലുകൾ. അത് പലതരം കളറിൽ നല്ല കല്ലുകൾ കാണാറില്ലേ നമ്മൾ കടലിൻ്റെ സൈഡിലും റിവറിൻ്റെ സൈഡിലൊക്കെ പോയാൽ. ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ചിലുണ്ടാകുന്ന സ്റ്റോൺസിൻ്റെയൊക്കെ പലതരം കളറും. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. സണ്ണ് രാവിലത്തെ കിരണങ്ങൾ മൗണ്ടെയിനിലേക്ക് വീഴുമ്പോഴുണ്ടാവുന്ന ആ ഒരു കളറും. അപ്പം പ്രകൃതി മൊത്തത്തിൽ മുഴുവനായിട്ടുമാണ് ഈ പോയിറ്റസ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. പ്രകൃതിയുടെ മുഴുവനായിട്ടുള്ള പല തരത്തിലും ഭംഗിയും ഉള്ള കളറുകളെയാണ് പോയിറ്റസ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കളേഴ്സ് ഓഫ് എർത്തിലൂടെ പറഞ്ഞു തരുന്നത് അത്രയും മനോഹരമായൊരു വർണ്ണനയാണല്ലേ. നമുക്കെന്നെ ചുറ്റും കാണാൻ പറ്റുന്നതല്ലേ പലതരം കളേഴ്സ്. എന്തൊക്കെ കളേഴ്സിലാണ് നമ്മളെ ഭൂമി അത്രയും മനോഹരമായതല്ലേ. അപ്പോൾ ഭൂമിയുടെ കളേഴ്സ് ഓഫ് എർത്തിൽ ഈ പോയത്തിൽ ഭൂമിയുടെ വ്യത്യസ്തമായ കളേഴ്സ്, മനുഷ്യന്മാരുടെ കണ്ണുകളുടെ കളറും സ്കിന്നിൻ്റെ കളറും ഒക്കെയാണ് ഈ പോയത്തിലൂടെ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, താങ്ക് യു.